വിശുദ്ധ ഖുർആനിൽ വ്യഭിചാരിയായ സ്ത്രീയെപ്പറ്റിയും ഭർത്താക്കന്മാരോട് അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രു ഉണ്ട്, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളാൻ അള്ളാഹു പറയുകയാണ്. വിവാഹം കഴിച്ച് ഭാര്യ വന്നതോടുകൂടി അവളുമാൾ പറയുന്നത് കേട്ട് മാതാപിതാക്കളെ ഒഴിവാക്കി പ്രത്യേകം താമസിപ്പിച്ച് ആർഭാട വസ്ത്രങ്ങളും സുഖസൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുത്ത് പ്രവാസിയായി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സ്വത്തും മുതലും കൊണ്ട് ഭാര്യമാരെ പ്രത്യേകം താമസിപ്പിക്കുമ്പോൾ ഭാര്യമാരെയും മക്കളെയും സൂക്ഷിച്ചു കൊള്ളുക. മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ടും കുടുംബ ബന്ധം മുറിച്ചുകൊണ്ടും അള്ളാഹുവെ സൂക്ഷിക്കാതെ ഭർത്താക്കന്മാരും ദീനില്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കാതെ പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റുമ്പോഴാണ് ഭാര്യമാരും മക്കളും വഴിതെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് ദീനിയായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന, ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന, ലളിതമായി ജീവിക്കുന്ന നല്ല ഇണകളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ദീനീ ബോധം കൊടുക്കുകയും അള്ളാഹുവോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. ഖുർആനിലുണ്ട്, അള്ളാഹുവെ എൻ്റെ ഭാര്യയിലും എൻ്റെ സന്താനങ്ങളും ഞങ്ങൾക്ക് കൺകുളിർക്കുന്ന അനുഗ്രഹങ്ങൾ നൽകണമേന്ന് 5 നേരം അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ഭാര്യമാർ തെറ്റിപ്പോയാൽ ക്ഷമിച്ചു കൊടുക്കുകയും പുറത്തു കൊടുക്കുകയും അവരെ ആ തെറ്റിൽ നിന്നും അവർക്ക് വിവേകമില്ലാത്തത് കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു കൊടുക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുക. കാരണം നിങ്ങൾക്കും തെറ്റുപറ്റിയേക്കാം.